നമസ്കാരം. 5 വയസ്സിൽ താഴെയുള്ള 8000 കുഞ്ഞുങ്ങൾ പട്ടിണി മൂലം ജീവന് വേണ്ടി പൊരുതുകയാണെന്ന് ലോകാരോഗ്യ സംഘടന വെളിപ്പെടുത്തി. പട്ടിണി മൂലം ഇതുവരെ 27 കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടമായി. സഹായ ഏജൻസികൾ എത്തിക്കുന്ന റൊട്ടിയെ മാത്രം ആശ്രയിക്കുന്ന പലസ്തീൻ ജനത പട്ടിണി മരണത്തിന്റെ വക്കിലാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വൻ വിലക്കയറ്റം ദുരിതമിരട്ടിയാക്കി. 1 കിലോ സവാളയ്ക്ക് 5000 രൂപ വരെയാണ് വില. പട്ടിണിയുമായി പൊരുതി തളർന്നതോടെ വീടുകളിൽ പിടിച്ചു നിന്നവരും UN ക്യാമ്പുകളെ ആശ്രയിച്ചു തുടങ്ങി. തങ്ങൾ കടുത്ത പട്ടിണിയിലാണ്, വല്ലപ്പോഴും കിട്ടുന്ന റൊട്ടി മാത്രമാണ് ആഹാരം, ലോകം തങ്ങളെ മറന്നിരിക്കുന്നുവെന്ന് 5 കുഞ്ഞുങ്ങളുടെ അമ്മയായ മുഹമ്മദ് വീടുപേക്ഷിച്ച് UN ക്യാമ്പിൽ അഭയം തേടുന്നതിനിടെ വാർത്താ ഏജൻസികളോട് പറഞ്ഞു. ഗാസയിലെ പട്ടിണിയുടെ പേരിൽ ആഗോളതലത്തിൽ ഇസ്രായേലിനെതിരെ പ്രതിഷേധമുയരുന്നുണ്ട്. എന്നാൽ സഹായം തടസ്സപ്പെടുത്തിയിട്ടില്ലെന്നും UN ഏജൻസികളുടെ പ്രവർത്തനം ഫലപ്രദമാകാത്തതാണ് കാരണമെന്നുമാണ് ഇസ്രായേലിന്റെ വാദം. ഗാസ മുനമ്പിലെ അൽ കരാരയിലും ഖാൻ യൂനിസിലും വിമാനത്തിൽ നിന്ന് ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തിരുന്നു. ഇന്നലെ വെസ്റ്റ് ബാങ്കിൽ സൈന്യം നടത്തിയ പരിശോധനയിൽ ആയുധങ്ങൾ പിടിച്ചെടുത്തെന്നും ഹമാസിലെ 3 പേരെ കൊലപ്പെടുത്തിയെന്നും ഇസ്രായേൽ അറിയിച്ചു. യുദ്ധം 250 ദിവസം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ആരോഗ്യ മന്ത്രാലയം സമഗ്ര കണക്കുകൾ പുറത്തുവിട്ടിരുന്നു. 37,000-ലധികം പലസ്തീൻകാരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. 10,000-ഓളം പേരെക്കുറിച്ച് വിവരമില്ല. കൊല്ലപ്പെട്ടവരിൽ പകുതിയും പേർ കുട്ടികളാണ്. മരിച്ചവരിൽ 70% പേരും സ്ത്രീകളും കുട്ടികളുമാണ്. ആരോഗ്യ പ്രവർത്തകരിൽ 498 പേർ കൊല്ലപ്പെട്ടു. 150 മാധ്യമ പ്രവർത്തകർക്കും ജീവൻ നഷ്ടപ്പെട്ടു. പട്ടിണി മൂലം ഗാസയിൽ 33 മരണമാണ് സംഭവിച്ചത്. മാതാപിതാക്കളുടെ ഒപ്പമല്ലാതെയോ ആരെങ്കിലും ഒരാൾക്കൊപ്പം മാത്രമായോ തങ്ങുന്നത് വീടില്ലാത്ത 17,000 കുട്ടികളാണ്. യുദ്ധം മൂലം ഗാസയിൽ $3,300 കോടി നാശനഷ്ടമുണ്ടായതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. UN രക്ഷാസമിതി പാസാക്കിയ വെടിനിർത്തൽ പദ്ധതിയിൽ ഒട്ടേറെ മാറ്റങ്ങളാണ് ഹമാസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ചിലത് സാധ്യമല്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഖത്തറിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഹമാസ് ആവശ്യപ്പെട്ട ഭേദഗതികൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. നിസ്സാര ഭേദഗതികളാണെന്നാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ വൈറ്റ് ഹൌസിലെ മാധ്യമ സമ്മേളനത്തിൽ സൂചിപ്പിച്ചത്. ഇസ്രായേലാണ് ഈ വെടിനിർത്തൽ പദ്ധതിയുടെ കരാർ തയ്യാറാക്കിയത്. അതിനാൽ ഇസ്രായേൽ സ്വാഭാവികമായും ഇതിനെ പിന്തുണയ്ക്കുമെന്നാണ് US-ന്റെ നിലപാട്. പ്രമേയം അംഗീകരിക്കുന്നതായി ഹമാസ് അറിയിച്ചിരുന്നെങ്കിലും ഇസ്രായേൽ അന്തിമ തീരുമാനം പറഞ്ഞിട്ടില്ല. തെക്കൻ ലെബനനിൽ മുതിർന്ന കമാൻഡർ ഉൾപ്പെടെ 4 പേരെ വധിച്ച ഇസ്രായേൽ സൈന്യത്തോട് പകരം വീട്ടുമെന്ന് ഹിസ്ബുല്ല പ്രഖ്യാപിച്ചിരുന്നു. തുടർന്ന് റോക്കറ്റ് ആക്രമണം രൂക്ഷമാക്കുകയും ചെയ്തു. ഇതിനിടെ ഹമാസും ഇസ്രായേലും തുടക്കം മുതലേ ചെയ്തു വന്നത് യുദ്ധക്കുറ്റങ്ങളാണെന്ന് യുദ്ധാരംഭം മുതലുള്ള സംഭവങ്ങൾ മുൻനിർത്തി UN അന്വേഷണ റിപ്പോർട്ട് പ്രഖ്യാപിച്ചു. അതേസമയം വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ കുടിയേറ്റ മേഖലയിൽ ഹമാസ് കമാൻഡർ മുഹമ്മദ് ജാബർ അബ്ദോ ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടിരുന്നു. വെസ്റ്റ് ബാങ്കിൽ വിവിധയിടങ്ങളിലായി 15 പലസ്തീൻകാരെ കൂടി ഇസ്രായേൽ സേന അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ആകെ 9,170 പലസ്തീൻകാരാണ് ഇതുവരെ അറസ്റ്റിലായത്.